വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് പനമ്പാലം പാലം ഉദ്ഘാടനം നടന്നത്. തിരൂർ മണ്ഡലത്തിലെ നഗരസഭയെയും താനൂർ മണ്ഡലത്തിലെ ചെറിയമുണ്ടം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തിരൂർ പുഴയിലാണ് പനമ്പാലം പാലം നിർമ്മിച്ചത്. അപ്രോച്ച് റോഡിനായുള്ള ഭൂമിക്ക് തണ്ണീർത്തട നിയമപ്രകാരമുള്ള അനുമതി ലഭിക്കേണ്ടി വന്നതിനാൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഫെബ്രുവരി 3 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. റോഡ് നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് ബസ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. സൂചനാ പണിമുടക്കും നടത്തി. റോഡ് പണിക്ക് വിഘാതമായി നിൽക്കുന്നത് ചില ഉദ്യോഗസ്ഥരാണെന്ന് MLA കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. ഇതിനുള്ളിലുള്ള ചില കള്ളനാണയങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ അനാസ്ഥകൾ, വകുപ്പുകൾ കൃത്യമായി പ്രവർത്തിക്കാത്തത്, അതൊന്നും ജനപ്രതിനിധികളുടെയോ നാട്ടുകാരുടെ കുറ്റമല്ലല്ലോ. സാധാരണക്കാരായ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് റോഡ് നിർമ്മാണം വൈകുന്നതിലൂടെ ദുരിതമനുഭവിക്കുന്നത്. ബസ് ഉടമകൾക്ക് പറയാനുള്ളത്, ഇത് ഒരു വർഷം ആവാനായി ഈ പണി തുടങ്ങിയിട്ട്. ബസ്സുകൾ പനമ്പാലം അപ്പുറം ആ മേഖലയിലൊക്കെ പണി കഴിഞ്ഞ് പയ്യനങ്ങാടി മുതലുള്ള കുറച്ച് ഭാഗം ഈ രൂപത്തിൽ കിടക്കൽ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി നിലവിലെ സാഹചര്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത്. വെട്ടം വോയിസ് കാണുക എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 4:30 വെട്ടം ടെലിവിഷനിലും ഞങ്ങളുടെ Facebook, YouTube ചാനലുകളിലും.